എല്ലാവർക്കും നമസ്കാരം. വെൽഡോസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ബഡ്ജറ്റ് 3 BHK ഡബിൾ സ്റ്റോറി വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല കുന്നപ്പുഴ MLA റോഡിൽ ഈ കാണുന്നൊരു വീട് നമുക്ക് കൊടുക്കാനുണ്ട്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ വീടാണ് ഈ വീട് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് ഫുള്ള് നമുക്ക് ടാറിഡാണ്. ഒരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ കാണുന്ന വീട് സോൾഡ് ആയിട്ടുണ്ട്, അതിൽ ആൾ താമസം വരുന്നുണ്ട്. ഇനി ഈ വീട്ടിൻ്റെ താഴെ നമുക്കൊരു വീടും കൂടെ വരുന്നതാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 3 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കോർപ്പറേഷൻ വാട്ടറാണ് വരുന്നത്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ളത്. വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്കാണ്. ഡോർ ഫേസ് ചെയ്യുന്ന നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് ഡോർ വരുന്നത്. ഫ്രണ്ടിലൊരു സ്ലൈഡിങ് ഗേറ്റും നമ്മുടെ നോർമൽ ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ടെയിൽ ഇൻ്റർലോക്കാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാഫ്സ് വരുന്നുണ്ട്. മുറ്റത്താണ് നമ്മുടെ വേസ്റ്റ് കുഴിയും ഡ്രെയിനേജ് കുഴിയും. അതെല്ലാം തന്നെ നമുക്ക് വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 57 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന വീടിൻ്റെ സിറ്റ് ഔട്ട് വലിയൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 7 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് നമ്മുടെ തിരുമല ജംഗ്ഷൻ വരെ പോകാൻ വേണ്ടി 2 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. മെയിൻ റോഡിൽ തന്നെ കടയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ബൈ റോഡിൽ നിന്ന് രണ്ടാമത്തെ വീടാണ് ഈ ഒരു വീട് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. ഡോറെല്ലാം നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളും ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്ക് ഹാളിലായിരുന്നാലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡൈനിങ്ങിലായിരുന്നാലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ ഏരിയ. എത്ര ഇഞ്ച് TV ആണോ, വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ 2 റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ലൈറ്റ് കളറാണ്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വേഗാർഡും സ്വിച്ച് വന്നിട്ട് നമ്മുടെ ആഞ്ചറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ടെയിൽ വന്നിട്ട് 2.5 5 ടെയിൽ വരുന്നത്. വെട്രിഫൈഡ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. നമുക്കിവിടെ ഒരു വാഷ് ബേസ് കൗണ്ടർ വരുന്നുണ്ട്. ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് വാർമോരാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും, മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. കിച്ചണിലോട്ട് വരുന്നിടത്ത് നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് കബോർഡ് വർക്കിൽ. ഇതാണ് നമ്മുടെ കിച്ചൺ. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഹോവ് ചെയ്തിട്ടുണ്ട്. 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്കിൻ്റെ പെയിൻറ്റിങ് വരുന്നത്. മൾട്ടി വുഡാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര കാലം വേണോ കേടുകൂടാതെയും നമുക്ക് ചിലോ ഒന്നും തന്നെ എടുക്കത്തില്ല. ഈ മൾട്ടി വുഡിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. കിച്ചണിലെ ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. 2ക്ക് 4 ഗ്രിപ്പുള്ള മാറ്റ് ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. സീലിങ്ങിൽ ഒരു പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് റൂമിലോട്ട് പോകാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11ക്ക് 10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക്, 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ഇവിടെ വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജിന് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ സീലിംഗ് വർക്കിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ബെഡ്റൂമിലെ കളറായിരുന്നാലും നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 പർഹോള വരുന്നുണ്ട്. ഇതിലും സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. സെൻറ്റർ ചെവറിൽ നമുക്ക് കളർ ഒരു ചെറിയ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡിലെ സ്റ്റോറേജ് ഒക്കെ വലിയ രീതിയിലാണ് വരുന്നത്. കബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡെല്ലാം നല്ല പ്രീമിയം ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിലും AC പോയിന്റും 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂമെല്ലാം വന്നിട്ട് വലിയ വാഷ്റൂമാണ്. ഫിറ്റിങ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന സറയാണ് വരുന്നത്. മാറ്റ് ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്.
വാഷ്റൂമിലെ ഡോർ എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറാണ്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിൻ്റാണ്. ഹാൻഡിൽ വുഡാണ്. ഇത് നമുക്ക് പോളിഷും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്ന സെൻറ്റർ ചോലിൽ നമുക്ക് കളർ ഒരു ഗ്രേ കളർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വലിയ പർഹോള ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു പർഹോള, സീലിങ്ങിൽ വലിയൊരു പർഹോള വരുന്നുണ്ട്. അത്യാവശ്യം പകൽ ലൈറ്റ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രകാശം ലഭിക്കുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള്. അത്യാവശ്യം ചെറിയ ഹാളാണ്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 11x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെയും സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും 2 പർഹോള വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്ന വാർമോരയാണ് വരുന്നത്. ഇത് നല്ല ഗ്രിപ്പുള്ള മാറ്റ് ടൈലാണ് വരുന്നത്. വാഷ്റൂം 3 നമുക്ക് വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഡോറായിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് നേരെ വരുന്ന 3ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x11 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 പർഹോൾ വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെൻറ്റർ ചെയ്ത് നമുക്ക് ചെറിയൊരു പെയിൻറ്റിങ്ങിൽ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന വാർമോരയാണ്. നല്ല മാറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണിയിൽ നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഇരുമ്പിലാണ്. നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഈ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ആൾതാമസമുണ്ട്. അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഏരിയയാണ്. ഇവിടെ നമുക്ക് ഇനി അടുത്ത് വരുന്ന വീടെന്ന് പറയുന്നത് ഒരു വർക്ക് നടക്കുന്ന വീടാണ്. അത് 75 ലക്ഷം രൂപയുടെ വീടാണ്. ഇനി ഈ ഫ്ലോട്ടിൽ തന്നെ നമുക്ക് വേറെ 3 വീടും കൂടെ വരാനുണ്ട്. ഉടനെ തന്നെ നമുക്ക് വീട് വരുന്നതാണ്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഓപ്പൺ ടെറസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ടെറസിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വരുന്നത്. ടെറസിലോട്ട് വന്ന സ്റ്റെയറും ഇതുവഴിയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല കുന്നപ്പുഴ, തിരുമല ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് നമുക്ക് വീട് വരുന്നത്. ബൈ റോഡിൽ നിന്ന് 2ാമത്തെ വീടാണ്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് മൊത്തം 3 വീടാണ്. വേറെ 3 വീടിൻ്റെ വർക്ക് നമുക്ക് ഉടനെ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇതിൽ ഒരു വീട് സോൾഡ് ആയിട്ടുണ്ട്. അതിൽ താമസവും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 7 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിരിക്കുന്ന 3 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കോർപ്പറേഷൻ വാട്ടറാണ് വരുന്നത്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡ് ആയിട്ടാണ് വീട് ചുറ്റുള്ളത്. വടക്ക് ദർശനവും ഡോർ നമുക്ക് കിഴക്കോട്ടാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 57 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീട് വാങ്ങാനോ ഈ വീടിൻ്റെ ഡീറ്റെയിലോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തെന്തായാലും വേറൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും പോയി നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബഡ്ജറ്റായിട്ടുള്ള വീട് നമുക്ക് തിരുമലയ്ക്ക് സമീപം വേറെ നമുക്ക് ഇഷ്ടംപോലെ വീടുകൾ വന്നിട്ടുണ്ട്. 52 ലക്ഷം മുതൽ നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 നില വീട് 3 ബെഡ്റൂമിൻ്റെത്. അത് നമുക്ക് തിരുമലയ്ക്ക് അടുത്തായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് വേറൊരു വില്ല പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ബൈ.